എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കടങ്ങോട് മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. എരുമപ്പെട്ടി തിപ്പല്ലൂർ തച്ചാട്രി മനോജിന്റെ മകൾ അധിരിത, കാണിപ്പയൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് മണ്ടംപറമ്പ് ചുള്ളിവളപ്പിൽ ബാലൻ, മനപ്പടി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ PT സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കുട്ടികളായ അധിരിഥയ്ക്കും ആദിദേവിനും വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നായയുടെ കടിയേറ്റത്. മറ്റുള്ളവർക്ക് റോഡരികിൽ വെച്ചുമാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം കെ ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 2 മാസം മുൻപ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വീട്ടമ്മ കാർത്തിയായിനി പേവിഷബാധയുള്ള തെരുവുനായ കടിച്ച് മരിച്ചിരുന്നു. നമുക്കറിയാം, എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ്. മാസങ്ങൾക്ക് മുമ്പ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കൊല്ലമ്പടിയിൽ ഒരു വയോധിക തെരുവ് നായയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ വയോധികയുടെ മകനും അതിസാരമായി ഗുരുതരമായി കടിയേറ്റിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വാർഡിന്റെ മെമ്പർ കെ ഗോവിന്ദൻകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുണ്ടുപറമ്പ്, എരുമപ്പെട്ടിയിൽ കരിയന്നൂർ കുണ്ടുപറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ പ്രദേശത്തും കരിയന്നൂർ മേഖലയിലും അതുപോലെ തന്നെ തിപ്പല്ലൂർ ക്ഷേത്ര പരിസരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ തെരുവുനായ്ക്കൾ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലും ഒക്കെ നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് അതിനേതായിട്ടുള്ള എല്ലാവിധ പരിഗണനയും കൊടുക്കും. കുട്ടീനെ കടിക്കുമ്പോ ഓടണമൊന്നുമില്ല, ഓടില്ല. ഓടി വന്നിട്ട് പട്ടി കടിച്ചത് അറിഞ്ഞില്ല. കുട്ടി വേറെ ആളറിഞ്ഞു കണ്ടപ്പോ പറഞ്ഞത് ഒരു 4-4:30 ഉണ്ടാവും. ഇവൻ അവിടെ നിക്കാർന്ന്. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്തു. ഇപ്പൊ ഇറങ്ങിക്കില്ല. ഇവൻ പേടിച്ച അനങ്ങിയുമില്ല, കരഞ്ഞുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. കാലത്ത് ഞാൻ പണിക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഒരു നായ കാല് വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ വെച്ചിട്ട് നോക്കിയപ്പോ നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു തങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവര് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു, ചോര അപ്പളിക്കും ഇതായിട്ടൊന്നു. പിന്നെ ആ പള്ളിയിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് മനക്കിലെ വീട്ടിൽ പണിക്കൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരാൾ എന്നെ കടിച്ചു. രാമേട്ടൻ ബാലേട്ടൻ എന്നാണ് പേര് പറഞ്ഞു, മണ്ടോർമ്മ.